ഹലോ ഇപ്പം എല്ലാവരും ഇരിക്കണ്ട. ഞാൻ പെട്ടി മുന്തി കൊണ്ടുപോകാടൊക്കെ പോന്നു. അത് ഞങ്ങൾ ജോർജിയ പോയ ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ കുറേ ആയിരിക്കുന്നു യൂട്യൂബിൽ എഡിറ്റ് ആക്കിയിട്ട് പോസ്റ്റ് ആക്കണം. ബട്ട് ഇതുവരെ ആയിട്ടില്ല. പാക്കിങ്ങിൻ്റെ കാര്യങ്ങളിലൊന്നും നമുക്ക് എടുക്കാനേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റീൽസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി സെയിം ഡേ എല്ലാം പോസ്റ്റ് ആക്കിനോടെ. അപ്പോൾ ഇത് വീഡിയോസ് ചില്ലിങ് 7 days ട്രിപ്പാണ്. 7th day ഞങ്ങൾ റിട്ടേൺ വന്നിനി. എങ്കിലും ആ വോൾ വീഡിയോ നമുക്ക് യൂട്യൂബിലിടുമ്പോൾ എക്സ്പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫുൾ എഡിറ്റ് ആക്കുമ്പോൾ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് അബുദാബിയിൽ നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ് എയർ അറേബ്യ. ഇവിടുന്ന് 6:13 എന്തോ ഫ്ലൈറ്റ്. ഓൾമോസ്റ്റ് 9 ആകുമ്പോൾ ഞങ്ങൾ റീച്ചായി. 9 ആകുമ്പോൾ ജോർജിയ ഞങ്ങൾ റീച്ചായി. ഇതിപ്പോൾ ലാൻഡിങ് നിങ്ങൾക്ക് കാണുന്നത് ഇത് ലാൻഡിങ്ങിൻ്റെത്. നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ഒരു കാണുമ്പോൾ ഒരു കുസിയാണ്. ഫൈനലി ഇപ്പോൾ ജോർജിയ ടിബ്ലിസി എന്ന പ്ലേസിൽ ഞങ്ങൾ ടിബ്ലിസി എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഗൈഡായിട്ട് കിട്ടിയത് ഹസ്ബൻഡിൻ്റെ കൊലീഗിൻ്റെ കെയർ ഓഫിൽ ഒരു ഗൈഡിനെ കിട്ടിയത്. നല്ലൊരു പേഴ്സൺ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലോർ ആക്കാൻ കഴിഞ്ഞു കറക്റ്റായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇത് സുബൈക്ക് തന്നെ ലാൻഡ് ആയതുകൊണ്ട് ഭയങ്കര ഡല്ലുണ്ടായി ക്ലൈമറ്റ്, ഭയങ്കര തണുപ്പുണ്ടായിന്. നവംബർ ലാസ്റ്റ് ആകുമ്പോൾ പോയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് വാസ് വെരി ഗുഡ്. അപ്പോൾ ഓൺ ദ വേ പോകുമ്പോൾ അവിടെ ഒരു പേഴ്സൺ അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ തിരിച്ച് ചെറിയ ക്ലിപ്പ് പോയിൻ്റെത് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് റൂമിലേക്ക് പോയി. ടിബ്ലിസിൽ റൂം എടുത്തിട്ട് പോയിട്ട് ഫ്രഷ് ആയിട്ട് എല്ലാം പ്രീ ബുക്കാക്കിയിട്ട് വെച്ചിന് ഞങ്ങൾ ഹോട്ടലെല്ലാം. അപ്പോൾ ഹോട്ടലിൽ ഫ്രഷായി അവിടുന്ന് പിന്നെ ഞങ്ങൾ ലഞ്ചാക്കാൻ പോയി. ലഞ്ച് ഒരു മന്തിയും ചിക്കൻ ഹണി ചില്ലി മന്തി എന്തോ എടുത്തിന്. നമുക്ക് ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പൂച്ച. എല്ലാ പൂച്ചനെ കാണുമ്പോൾ എന്തോ ഒരു കുസി കൊണ്ടേ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ബോട്ടിങ് ആക്കിനി. അപ്പോൾ ഫസ്റ്റ് ഡേ ടയേർഡായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കുറേ സിറ്റി വിട്ടിട്ട് അടക്കം പോയിട്ട്. അപ്പോൾ ടിബ്ലിസിൽ തന്നെ പീസ് ബ്രിഡ്ജ്, ഈ കാണുന്നതാണ് പീസ് ബ്രിഡ്ജ്. പിന്നെ ബോട്ടിങ് കുറച്ച് പ്ലേസസ് എല്ലാം കാണിച്ച്. അപ്പോൾ ബോട്ടിൽ നല്ല ഒരു ഗാവ ഭയങ്കര സ്ട്രോങ് ഒരു തുർക്കിഷ് കോഫി ടൈപ്പ് എന്തോ ഒരു ഡ്രിങ്ക് അവർ തന്നിട്ടുണ്ടായിന്. അപ്പം അതിനും കുടിച്ചിട്ട് ഈ ക്ലൈമറ്റിന് ഭയങ്കര എൻജോയ് ആയിക്കോണേ എല്ലാവരും. നല്ല കോൾഡ്. ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്കുന്നത് UAE-ലും പിന്നെ നമ്മളെ നാട്ടിലും അല്ലാത്ത ഫസ്റ്റ് ഒരു പുറത്തുള്ളൊരു കൺട്രിയിൽ ഇത്ര തണുപ്പ് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്കുന്നത്. ഇതപ്പോൾ ഞാൻ എല്ലാം വീഡിയോ ഒന്നിലിടാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പാതിയായിട്ട് ഇടാമെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഇടുന്നങ്ങ് മോർ ദാൻ 30 minutes എല്ലാം പോകും. അപ്പോൾ എല്ലാവരും 30 minutes കാണുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് തേർഡ് ഡേ ഓരോന്ന് ഡേൻ്റെ ഓരോന്ന് വ്ളോഗായിട്ട് ഇടാമെന്ന് വെച്ചാൽ അപ്പോൾ മാക്സിമം 10 minutes വരും. അപ്പോൾ ആൾക്കാർ അത് അവർക്ക് കാണാൻ തോന്നിയെങ്കിൽ ഒരു മിനിമം 5 minutes അത്ര അങ്ങ് നോക്കുമല്ലിട്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. ആരെങ്കിലും പോകുന്നതായിട്ട് പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നവംബർ ഡിസംബറിൽ പോകുന്നതാണ് ബെറ്റർ എനിക്ക് തോന്നുന്നു. നല്ലോണം ക്ലൈമറ്റ് നിങ്ങൾക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മൈനസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ടൈമിലാണ് പോയെന്നുള്ളത്. ഞങ്ങൾ പോയത് നവംബർ ലാസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റ് തന്നെ ഹാൻഡിൽ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന്. എന്തെങ്കിലും നല്ല എൻജോയ് ആക്കിനി. അപ്പോൾ ഇതെല്ലാം അവിടെ ജസ്റ്റ് ഒരു 30 minutes ബോട്ടിങ്ങിലാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ട വ്യൂ. ഇതിപ്പോൾ പ്രോമിസ് ബ്രിഡ്ജ് ഞങ്ങൾ അവിടുന്ന് ബോട്ടിങ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നൈറ്റ് വ്യൂ ആണ് ഇത് പ്രോമിസ് ബ്രിഡ്ജിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് പോയിക്കൊണ്ടുള്ളത് കേബിൾ കാറിനെ. പിന്നെ അവിടെ മോസ്റ്റ്ലി ഭയങ്കര പേടിയായ ഒരു സംഭവം ഫുള്ള് നായ് ഡോഗാണ് ഫുള്ള്. മാത്രം കാണാൻ നല്ല ചന്തമുണ്ട് നായെല്ലാം. ഞങ്ങൾക്ക് കുറച്ച് നായിനെല്ലാം പേടിയുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വാക്ക് ആക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും. ഈ എയർ ബലൂണിൽ ഞങ്ങൾ കയറാൻ വേണ്ടി പ്ലാൻ ആക്കി. ബട്ട് അന്നത്തെ ഡേ ക്ലൈമറ്റ് നേരില്ലാത്തത് കൊണ്ട് ഓഫായിട്ടുള്ളത് കൊണ്ട് ഡയറക്റ്റ് കേബിൾ കാർക്ക് പോയി. ഞങ്ങളിപ്പോൾ ഈ കേബിൾ കാറിൽ ഈ താഴെന്ന് പോകുന്നത് ക്രോണിക്കൽ മദർ ഓഫ് ജോർജ് അങ്ങനെ എന്തോ ഒരു പ്ലേസ് അവിടേക്കാണ് പോകാൻ പ്ലാൻ ആക്കിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ മീത്ത പോയിട്ട് ആ ബാക്കിയുള്ള വ്യൂസ് എല്ലാം നിങ്ങൾക്ക് എന്തായാലും കാണിക്കാൻ നോക്കി. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയിലുണ്ടായി. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഇങ്ങനെ പുറത്ത് പോകും. കിടാവൻ്റെത് ആകെ ഉണ്ടായി ഒരു 6 month ബേബി. നമുക്ക് അത്ര ട്രാവലിങ്ങിൽ എത്ര ബുദ്ധിമുട്ടായിട്ടില്ല. ചെറുതായതുകൊണ്ട് കങ്കാറ് ബാഗിലിട്ടിട്ട് അവളിങ്ങനെ ക്യാരി ആക്കുമ്പോൾ ഭയങ്കര ഉറങ്ങിക്കൊണ്ടായി. പിന്നെ ഫുഡ് നമുക്ക് ജസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങും പിന്നെ വേണമെങ്കിൽ ഞാൻ സിർലാക്കും പിന്നെ കുറച്ച് പ്യൂരീസ്
നമ്മൾ ഹീറോ ബേബിലെല്ലാം കിട്ടുന്നുള്ളത് അതിനെ പാക്കാക്കിയിട്ട് വെച്ചിന്. അത് കിട്ടുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ടെമ്പററി 4 to 5 ഡേയ്സ്ക്കുള്ളതല്ലേ, അത്ര ഇപ്പോൾ കുറേ എന്ത് കാര്യമാക്കിയിട്ടാണ്. അല്ലെങ്കിൽ നോർമലി ഞാൻ ആ ഫുഡ് കൊടുക്കുന്നതല്ല. ഇൻ കേസ് വേണ്ടി വന്നെങ്കിൽ ആ ഫുഡ് കാര്യമാക്കിയത്. അപ്പോൾ ഇതാണ് കേബിൾ കാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന വ്യൂ. എല്ലാവരും നല്ലൊരു എക്സ്പീരിയൻസാണ് അവിടുന്ന്. ഇപ്പോൾ ഭയങ്കര മിസ്സാകുന്നില്ല കാണുമ്പോൾ വീഡിയോസെല്ലാം. ആഫ്റ്റർ ഇത്ര ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നെങ്കിൽ വയക്കൊക്കെ പോണ്ടി എന്നുള്ളൊരു മീൻസ് തോന്നുന്നുണ്ട് ഇപ്പോൾ വീഡിയോസെല്ലാം കാണുമ്പോൾ. ഇതപ്പോൾ ടോപ്പിൽ എത്തിയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. ഫുള്ള് ആ സിറ്റി നിങ്ങൾക്ക് ഈ മീത്തൊക്കെ എത്തിയിട്ടാകുമ്പോൾ കാണാൻ കഴിഞ്ഞുകൊണ്ടാണ്. ഇനി ബാക്കി ഇവിടെ ഒരു ചെറിയൊരു സ്ട്രീറ്റ് പോലെ ഉണ്ട്, നമുക്ക് കൂടെ കാണാൻ കഴിയുന്ന നല്ല വ്യൂസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ വോയിസിലെല്ലാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും കിടാക്കൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതെനിക്ക് സൗണ്ട് ഇല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കിടാക്ക സുബഹിക്ക് 9 o'clock എനിക്ക് സ്റ്റാർട്ട് ചെയ്യാവും, 10-12 മണിയോളം ഇങ്ങനെ സൗണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 1 വീക്ക് പിടിച്ച് ഈ വീഡിയോ എഡിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കിടാക്ക ഇല്ലാത്തപ്പോൾ ടൈമിലെല്ലാം നോക്കിയിട്ട് ഞാൻ വോയിസ് ഇടാലിറ്റി മാത്രം ആയിട്ടേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും അത് ഡിസ്റ്റർബ് ആണെന്ന് ಹೇಳ್ಕೊಂಡು പ്ലീസ് എല്ലാവരും എക്സ്ക്യൂസ് ആക്കണം. അപ്പോൾ ഇതാ അവിടെ സ്ട്രീറ്റിലുണ്ടാകുന്ന എല്ലാ ഷോപ്സും പിന്നെ കുറേ ഇങ്ങനത്തെ ഇതവിടുത്തെ ഫേമസ് ചിമ്നി കേക്ക് കഴിച്ചിട്ട് ഞങ്ങൾ ട്രൈ ആക്കിയതിന് സൂപ്പറാണ്. ഹോട്ട് ചിമ്നിയിൽ നിങ്ങൾക്ക് വേണ്ടിയ ഫ്ലേവേർഡ് ഐസ്ക്രീമും വേണ്ടിയ ടോപ്പിങ്സും ആക്കി തരുന്നവർ. അപ്പോൾ അതിലൊക്കെ 15 ലാരി ഉണ്ട്. അവിടെ ആക്ച്വലി ലാരി കണക്കിലാണ് പൈസ ചെന്നത്. ഒരു ലാരിന്ന് ചെല്ലുമ്പോൾ 1.5 ദിറംസ് കൊടുത്ത്, ഇന്ത്യയിലത്തെ ഒരു 35 റുപ്പീസ്. അപ്പോൾ സ്ട്രീറ്റിലുള്ള ഐറ്റംസ് എല്ലാം മോസ്റ്റ്ലി 5 to 10 ലാരീസ് മാഗ്നറ്റ്സ് എല്ലാം അതിന് ആ പ്രൈസ് ചെന്നവർ. പിന്നെ ടൂറിസ്റ്റ് ആൾക്കാർ വരുമ്പോൾ ഒരു 6 ആക്കി ചെന്ന പൈസ എല്ലാം. അപ്പോൾ ഇത് ടിബിലിസി സിറ്റി എക്സാക്റ്റ് സിറ്റിയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഈ മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു ആണ് ഇപ്പോൾ കണ്ടത്. അവിടെ ഭയങ്കര തണുപ്പുള്ളതുകൊണ്ട് കിടാവല്ലുള്ളതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ താഴെ വരുമ്പോൾ എൻ്റെ മോൻ ചൊല്ലി ഞങ്ങൾക്ക് ചീസിൻ്റെ കോൺഡോഗ് വേണം. അങ്ങനെ ചീസ് കോൺഡോഗ് ഒന്ന് ഓർഡറാക്കി, പിന്നെ ഒരു ചിമ്നി കേക്ക് ഓർഡറാക്കി, അതിൻ്റെ കൂടെ ഒരു നല്ല ഹോട്ട് ഡ്രിങ്ക്, ഒരു ഗാവ ടൈപ്പ് ഒരു ടീ ഒന്ന് ഓർഡറാക്കിയിട്ടുണ്ടായി. അവിടുത്തെ ആ നല്ല തണുപ്പ് ക്ലൈമറ്റിലെല്ലാം ഈ ഹോട്ട് തിന്നാൻ നല്ലൊരു ഒരു ഒന്ന് കുസിക്കൊണ്ടാഞ്ഞ് ഏനും തിന്നണമെന്ന് ഫീൽ ആയിക്കൊണ്ടായി. അപ്പോൾ അവിടെ എല്ലാം പൂച്ച സ്ട്രീറ്റിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കുസിക്കൊണ്ടായി. അപ്പോൾ എൻ്റെ കേട്ടോണ്ടാഞ്ഞ് ഫില്ലിങ് എന്തെല്ലാം ഇടണോ എനിക്ക് അത് വേണം, ഫ്രൂട്ട്സ് വേണം, ഐസ്ക്രീം ഏത് ഫ്ലേവർ വേണം എല്ലാം കേട്ടോണ്ടേ. അപ്പോൾ ഞാൻ എന്തും വേണ്ടായിട്ടോ കേട്ടയിലേക്ക് എല്ലാത്തിനും വേണു ചെല്ലിനെ എന്തിനു വേണ്ട വെറുതെ കുറക്കുന്നതിന് എല്ലാം ഇട്ടു പോയില്ല. ഞാൻ ഫ്രൂട്ടായാലും ചോക്ലേറ്റ് ആയാലും പിന്നെ ഐസ്ക്രീം ആയാലും എല്ലാം ഇട്ടു പോയില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് അപ്ലോഡ് ആക്കാതെ മനസ്സ് വരുന്നില്ല. ചെല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പ്ലാൻ ആക്കിയിട്ട് വെച്ചത് യൂട്യൂബിലെല്ലാം സീരീസ് ഡേ ബൈ ഡേ ആക്കിയിട്ട് ഇടണോ പ്ലേസസ് ഞാൻ കവറാക്കിയത്. അപ്പോൾ വാടക്കെല്ലാം ഒരു പ്ലേസിന് പോയെങ്കിൽ ഹൈറ്റ്നറി എന്തെല്ലാം ബാക്കിയുള്ളവർക്ക് ഹെൽപ്പാണെന്നുള്ള എഴുതി ഞാൻ എടുത്ത് വെച്ചതാണ് ഇതെല്ലാം ക്ലിപ്സ്. ഇതുവരെ എനിക്ക് പോസ്റ്റ് ആക്കാൻ കഴിയാത്ത ഭയങ്കര ബേജറായിക്കൊണ്ടേ. അപ്പോൾ എന്തായാലും ഇടണം, എനിക്കൊരു വാശുണ്ട്, അങ്ങനെയാണ് ഞാനിപ്പോൾ ഇടാൻ നിരീക്ഷിച്ചത്. അപ്പോൾ ഇതാണ് ചിമ്നി കേക്ക് ഞങ്ങൾ ട്രൈ ആക്കിയത്. അപ്പോൾ ആരെങ്കിലും ജോർജിയ പോകാൻ പ്ലാൻ ആക്കുന്നെങ്കിൽ അവിടെ നിന്ന് എന്തായാലും ചിമ്നി കേക്ക് മസ്റ്റായിട്ട് തിന്നണം. ഇതാണ് ചീസ് കോൺഡോഗ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ കേബിൾ കാറിൽ താഴേക്ക് പോയിട്ട് ഡിന്നറാക്കി റൂമിൽ പോകാൻ പ്ലാനാക്കി. ഞാൻ എന്തായാലും ഈ വ്ളോഗിനെ ഞാൻ ഇപ്പോൾ സ്റ്റോപ്പാക്കുന്നത്. ഫസ്റ്റ് ഡേ കവറായി. നാളത്തേന് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോർ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം, സപ്പോർട്ട് ആക്കണം. ബൈ.